മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിക്കടുവയ്ക്കായുള്ള തിരച്ചിലിനിടെ വനപാലകനെ കടുവ ആക്രമിച്ചു. കടുവ ചാടി വീണപ്പോൾ തടഞ്ഞ ബീറ്റ് ഓഫീസർ ജയസൂര്യയ്ക്ക് കൈക്ക് പരിക്കേറ്റു. ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല. ഇത് നമ്മൾ 10-15 പേരുണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പുറകിന് അടിച്ചിടണം. അപ്പോൾ ഞാൻ ഷീൽഡും കൊണ്ട് മേലെ ഇങ്ങനെ തട്ടപ്പോൾ കടുവിൻ്റെ കൈ മാത്രം അടിച്ച് താഴെ കൊണ്ട് ഞാൻ കടുവിൻ്റെ മേത്ത് ഷീൽഡിൻ്റെ മേത്ത്. പഞ്ചാരക്കൊല്ലിയിൽ രാധയെ ആക്രമിച്ചു കൊന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായത്. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല എന്ന് മന്ത്രി OR കേളു പറഞ്ഞു. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പം നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടു കയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാലിറ്റി ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല. കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് പഞ്ചാരക്കൊല്ലിയിൽ നിന്നും, അഭിജിത്ത് മുഴക്കുന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും, വിപിൻ സി വിജയൻ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയനും നമുക്കൊപ്പം ചേരും. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. സുർജിത്ത്, അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ദൗത്യസംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലം, ഇപ്പോഴും പഞ്ചാരക്കൊല്ലി വിട്ട് കടുവ പോയിട്ടില്ല എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക. എന്താണ് ഇനി അടുത്ത പ്ലാൻ, സുർജിത്ത്? റിജിത്ത്, ഈ ഏകദേശം ഒരു 11:30 കൂടിയാണ് ഒരു ഉദ്വേഗജനകമായ ഒരു അവസ്ഥയ്ക്ക് ഈ മേഖല സാക്ഷ്യം വഹിക്കുന്നത്. തറാട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്, പഞ്ചാരക്കൊല്ലി തന്നെയാണ്. പഞ്ചാരക്കൊല്ലിയുടെ മറുഭാഗം, അതായത് ഒരു തേയിലത്തോട്ടം, ഒപ്പം തന്നെ വനമേഖല. ആ വനമേഖലയിലാണ് RRT അംഗത്തിന് പരിക്കേൽക്കുന്ന നിലയിലേക്ക് ഈ ദൗത്യം മാറിയത്. അതായത് ഈ 11:30 നേരത്താണ് ഈ ബേസ് ക്യാമ്പിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും പെട്ടെന്ന് വാഹനം എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും വേഗത്തിൽ തന്നെ ആ വാഹനം ഓടിച്ച് ഈ വഴിക്ക് പോവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് ഒരു വ്യക്തത വന്നിരുന്നില്ല. പക്ഷേ പിന്നീട് അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമായി. അതായത് ഈ ദൗത്യത്തിനിടയിൽ ഈ കടുവയെ സ്പോട്ട് ചെയ്തു എന്നുള്ള വിവരം നേരത്തെ ലഭ്യമായിരുന്നു. സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഡ്രോൺ നിരീക്ഷണം വഴി സ്പോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്തിലൂടെ ഈ വനംവകുപ്പ് സംഘം അതിനെ 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിനെ വളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ദൗത്യമാണ് നടന്നിരുന്നത്. ഇതിൽ ഒരു സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ജയസൂര്യൻ എന്ന് പറയുന്ന ആ യുവാവ്. അദ്ദേഹം മക്കിമല സ്വദേശിയാണ്. മക്കിമല എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. കഴിഞ്ഞ 6 മാസം മുമ്പാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ചുമതലയേറ്റത്. ഈ ദൗത്യത്തിൻ്റെ RRT സംഘാംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേർക്ക് ഈ കടുവ ചാർജ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ ഷീൽഡ് കൊണ്ട് തടയാൻ ശ്രമിച്ചു. അത് ഉടൻ തന്നെ കൈക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. അദ്ദേഹത്തെ നേരെ മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡ്രോൺ നിരീക്ഷണം തുടരുന്നുണ്ട്. ഈ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ അതായത് ഈ RRT അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ടീം എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറയിലായിരുന്നു ഉണ്ടായിരുന്നത്. വെറ്റിലപ്പാറയിൽ നിന്നാണ് ആ ദൗത്യം കഴിഞ്ഞ് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ജിഷ്ണു അടക്കമുള്ള ബയോളജിസ്റ്റ് ജിഷ്ണു, ഡ്രൈവർ ആയിട്ടുള്ള ലിനോ ഉൾപ്പെടെയുള്ളവർ അവരെല്ലാം തന്നെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു. കാരണം അത്രയധികം ആ ആനയ്ക്ക് മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ പഴുപ്പെല്ലാം മാറ്റി മരുന്ന് വെച്ച് മുറിവ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നുകൂടി നമുക്കൊപ്പം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ തലനാരിഴയ്ക്കാണ് ഈ ജയസൂര്യ രക്ഷപ്പെടുന്നത്. ഷീൽഡ് കൊണ്ട് തടഞ്ഞതിനാൽ കൈക്കുള്ള പരിക്ക് എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടു. ആ ദൗത്യസംഘത്തിൽ ഉണ്ടായിരുന്നവരുടെ പ്രതികരണം കേട്ടു. എന്താണ് സംഭവിച്ചത്, അവർ വിശദീകരിക്കുന്നത് എന്താണ്, അഭിജിത്ത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് പറയാം. ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചികിത്സയും ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വലതുകൈയുടെ മുട്ടിന് മുകളിലാണ് ഈ പരിക്ക് പറ്റിയിട്ടുള്ളത്. ഗുരുതരമായ പരിക്കല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ്. ഇവർ രാവിലെ 8 പേരടങ്ങുന്ന 8 സംഘങ്ങളായാണ് ഉൾക്കാട്ടിലേക്ക് ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കടുവയുടെ ആക്രമണം ഈ 8 പേരടങ്ങുന്ന ഈ ജയസൂര്യൻ ഉൾപ്പെടുന്ന RRT സംഘത്തിന്
നേരെ ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഏറ്റവും പുറകിലായിരുന്നു. പുറകിൽ നിന്ന് കടുവ ഇദ്ദേഹത്തിന് നേരെ ചാടി വീഴുകയായിരുന്നു. ഇദ്ദേഹം ഷീൽഡ് ഉപയോഗിച്ച് കടുവയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പരുക്കു പറ്റുന്നത്. അദ്ദേഹത്തിന്റെ വലതു കൈക്ക് പരുക്കു പറ്റുന്നു. പിന്നീട് ഇദ്ദേഹത്തിനെ ആക്രമിച്ചതിന് പിന്നാലെ തന്നെ ഈ കടുവ ദൂരേക്ക് ഓടി മറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം, തുടക്കത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച്. പക്ഷേ ഇദ്ദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയം മുൻപ് എത്തുന്നു. അദ്ദേഹത്തിന്റെ വലതു കൈക്ക് മാത്രമാണ് ചെറിയ രീതിയിലുള്ള പരുക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ പരിശോധന ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ടി.കെ. മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുവയെ കൃത്യമായ രീതിയിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ ഒരു സ്ഥലത്ത് കിട്ടേണ്ടതുണ്ട്, അതിനെ സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ടി.കെ. ശരി, ജയസൂര്യയ്ക്ക് ചികിത്സ തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. വലത് കൈക്കാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത്. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഇങ്ങനെ ഒരു വീട്ടമ്മ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം, പിന്നീട് ആ കടുവയെ പിടികൂടാൻ പോകുന്ന ദൗത്യ സംഘത്തിലെ ഒരാൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം, സർക്കാർ അതീവ ഗൗരവത്തോടുകൂടി അതിനെ വിലയിരുത്തേണ്ട, നോക്കിക്കാണേണ്ട ഘട്ടം കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗം അത് പ്രധാനവുമാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുഖ്യമന്ത്രിയുമായ യോഗത്തിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ടയായി വരാൻ പോകുന്നത്? തുടർന്നുള്ള ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനത്തിനാണ് സാധ്യത, വിപിൻ? രജിത, പരിക്ക് പറ്റിയ ജയസൂര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, കടുവ എവിടെ എന്നുള്ളത്. അപ്പോൾ എത്രയും വേഗം ഈ കടുവയെ കണ്ടെത്തുക, അതിനെ കൊലപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കൂട്ടിലാക്കിയിട്ടോ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിനിർണായകമായിട്ടുള്ള ഒരു ഉന്നതതല യോഗമാണ് കൽപ്പറ്റയിലെ കലക്ട്രേറ്റിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയും വനമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇപ്പോൾ ഉടൻ തന്നെ വനം മന്ത്രി നമ്മോട് സംസാരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ വാർത്തയിലേക്ക് കയറാമെന്നാണ് കരുതുന്നത്. റിജിത്ത്. ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. വനമന്ത്രിയുടെ പ്രതികരണം ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഉടനുണ്ടാകും. അത് പ്രേക്ഷകർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. വനമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ ആ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. കടുവ ആക്രമണത്തിലെ ജനരോഷത്തിനിടെ കോഴിക്കോട്ടെ ഫാഷൻ ഷോയിൽ പാട്ടുപാടിയതിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന് ഖേദം. ഇന്നലെ പാട്ടുപാടിയതിൽ ശ്രദ്ധക്കുറവുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു. നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഖേദപ്രകടനം. चुप चुप चलन में क्या राग है, क्यों चुप ना सके परमात्मा, मेरी आत्मा की आवाज़. കടുവാഭീതിയിൽ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ജനം നെട്ടോട്ടമോടുമ്പോഴാണ് കോഴിക്കോട്ടെ ഫാഷൻ ഷോയിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പാട്ട്. മന്ത്രി ഹിന്ദി പാട്ട് പാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനമുയർന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ് സംസ്കാരത്തിൽ വന്ന ഒരാളല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അതുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിനോട് തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കണം. ആ വനമന്ത്രിയോട് പറയുന്നു, ആർട്ടിക്കിൾ 21 മനുഷ്യന്റെ ജീവനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് പറ്റില്ലെങ്കിൽ നിങ്ങളൊക്കെ രാജിവെച്ചു പോകണം. ഇത്രയും നിരുത്തരവാദപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വിമർശനം ശക്തമായതോടെ പാട്ടുപാടിയതിൽ മന്ത്രിക്ക് വീണ്ടും വിചാരം. വിമർശനം ഉൾക്കൊള്ളുന്നെന്നും ഇനി ശ്രദ്ധിക്കാമെന്നും മന്ത്രി. നിങ്ങളുടെ ഒരു വിമർശനം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ പരിപാടികളുടെ വ്യത്യസ്തതയുടെ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോന്ന് പറയുകയും ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. അപ്പോൾ ആ സാഹചര്യത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് ദയവായി അതിനെ കാണുക. അത് ആർക്കെങ്കിലും മനസ്താപം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രത്യേകമായി ശ്രദ്ധിക്കാം. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സ്ഥലത്തെത്താത്തതിൽ വലിയ വിമർശനമുയർന്നിരുന്നു. ഇതിനിടെയാണ് മന്ത്രിയുടെ പാട്ടും വിവാദമായത്. 24 വയനാട്. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പങ്കെടുക്കുന്നു. ഞാനൊരു മലയാളി എന്ന വിഷയത്തിലാണ് ശശി തരൂർ എം പിയും ആർ ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള സംവാദം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഓണ സമയത്ത് നിങ്ങൾക്ക് അവധിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓണ സമയത്ത് ഓരോ നഗരത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓണം ആഘോഷിക്കാത്ത സ്ഥലമില്ല ഇന്ത്യയിൽ, ലോകത്തില്. മലയാളികൾ എന്നെ ക്ഷണിക്കും. എനിക്ക് ഓർമ്മ, ഞാൻ ഒരിക്കൽ വിയന്ന, ഓസ്ട്രിയയിൽ പോയി. വിയന്നയിൽ ഞങ്ങൾക്ക് UN ഐക്യരാജ്യസഭയുടെ ഒരു യൂറോപ്യൻ ലോക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ഒന്നുണ്ട്. അവിടുത്തെ മലയാളികളൊക്കെ ഞാൻ വരുമെന്ന് കേട്ടപ്പോൾ പറഞ്ഞു, നാളെ ഞങ്ങളുടെ ഓണം ആഘോഷമാണ് കേട്ടോ, വരുമോ? സദ്യയോ ഇങ്ങനെ വിയന്നയിലോ ചോദിച്ചു. ആ കാലത്ത് പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ സ്പൈസസൊക്കെ കിട്ടാൻ എളുപ്പം ആയിരുന്നില്ല യൂറോപ്പിൽ. അതുകൊണ്ട് എല്ലാ കുടുംബവും ഒരു ഡിഷ് കൊണ്ടുവരും. ഞങ്ങൾ ഒരു കോൺഫറൻസ് റൂം എടുത്തിട്ടുണ്ട് UN, അവിടെ കൂടി ഓണസദ്യ കഴിക്കാൻ. എന്തൊരു അനുഭവമായിരുന്നു ഇത്.
പക്ഷെ ഇതായിരുന്നു നമ്മളുടെ മലയാളികളുടെ, എനിക്ക് തോന്നുന്നു. അതോ വേറെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് അഭിമാനത്തോടെ പറയാനുള്ളത്, ഇത് ഒരിക്കലും ഒരു മതത്തിൻ്റെ ആഘോഷമായിരുന്നില്ല. എപ്പോൾ പോയാലും എല്ലാ മതത്തിൻ്റെ മലയാളികളും ഒന്നുപോലെ ഇത് ആഘോഷിക്കലും പങ്കെടുക്കലും സംസാരിക്കലും ആ പരസ്പരമുള്ള ആ സ്നേഹം, എനിക്ക് ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതിനെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട്, കുറേ പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, വിദേശത്തിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ. എനിക്ക് നാണക്കേടില്ലേ പറയാൻ, നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ കൂടുതലാവണം, ഞങ്ങളെ നിങ്ങളെപ്പോലെ ആക്കണ്ടെന്നാണ് ഞാൻ അവരോട് പറയാം. അല്ല, എനിക്ക് തോന്നുന്നത് അങ്ങ് ഈ ആദ്യമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ മിക്ക പെൺകുട്ടികൾക്കും അങ്ങേ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഒരു രക്ഷയില്ലാത്ത മുടിഞ്ഞ ഗ്ലാമറായിരുന്നു. അയ്യോ, ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് രാഷ്ട്രീയ രംഗത്ത് പയറ്റിയതിന് ശേഷം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രണയം മനുഷ്യരിൽ മാത്രമല്ല, ഈ അടുത്ത സമയത്ത് അങ്ങ് ഈ മുറ്റത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മടിയിൽ ഒരു കുരങ്ങ് കയറിയിരിക്കുന്നത് കണ്ടു. കുരങ്ങിനും പ്രണയം ഡോക്ടർ തരൂരിനോട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എല്ലാ രാവിലെയും അങ്ങ് എൻജോയ് ചെയ്തോ അത്? വീട്ടില് കുറച്ചു നേരം കുരങ്ങ് അവിടെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. കുറെ ഇരുന്നു മാത്രമല്ല എല്ലാവരും പറഞ്ഞു ഇളകരുത്, ഇത് കടിച്ചാലോ പിന്നെ നമ്മളെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താലോ പെട്ടുപോയി, കാരണം റേബീസിന്റെ 14 ദിവസം എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആദ്യം മിണ്ടാണ്ടിരുന്നു, കുരങ്ങ് മിണ്ടാണ്ടിരുന്നു സുഖമായിട്ട്. ശരി, പിന്നെ ഞാൻ എൻ്റെ പിന്നെ വീട്ടിൽ പ്രവർത്തിക്കുന്നവരോടൊന്നൊരു കണ്ണു കാറ്റിയ ശേഷം അവർ കുറച്ച് പഴം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു പഴം കൊടുത്തു ഇയാൾക്ക്, ഉടനെ കഴിച്ചു. രണ്ടാമത്തെ പഴം കുറച്ചും കൂടി മെല്ലെ കഴിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പഴം വേണ്ട. അങ്ങനെ എൻ്റെ മടിയിൽ ഇരുന്ന് തല എൻ്റെ ചെസ്റ്റിൽ വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ജോലിക്ക് പോകണ്ടേ, ഇന്ന് പാർലമെന്റ് മതിയോ, അങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പൊ ഞാൻ മെല്ലെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഒരേ ഒരു ചാട്ടത്തോടെ ഈ കുരങ്ങനെ ചാടിപ്പോയി. പക്ഷേ എൻ്റെ അതിശയം എന്താ പറയുക, ഞാൻ ഈ ഒരേ സ്ഥലം 15 വർഷം താമസിച്ചൊരു വീടാണ്. എല്ലാ രാവിലെയും ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടെ ഇരുന്നിട്ട് പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 15 വർഷം ഒരിക്കലും ഇത് കണ്ടിട്ടില്ല, ഈ കുരങ്ങൻ കണ്ടില്ല. ആദ്യത്തെ തവണ മാത്രമല്ല, തിരിച്ചു വന്നത്. ഈ പക്ഷേ എതിർ പാർട്ടിക്കാരും എല്ലാം വിട്ടതായിരിക്കൂ, കാര്യം വല്ല റാബീസോലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പാമ്പാണ്, കുരങ്ങല്ല. അത് സൂപ്പറായി. അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അതായത് അങ്ങ് ബേസിക്കലി ഒരു എഴുത്തുകാരനായതുകൊണ്ട് അങ്ങയുടെ മനസ്സ് ഒരുപാട് റൊമാൻറ്റിക്കാണ്. സമ്മതിക്കുന്നുണ്ടല്ലോ? സമ്മതിച്ചു. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം, എനിക്കൊന്ന് അങ്ങ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങ് പുരുഷന്മാരെ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. പക്ഷേ അപ്പുറത്തെ വനിതാ കോളേജിൽ നിന്നൊക്കെ ക്യൂ പാലിച്ച് പെൺകുട്ടികൾ വരുമായിരുന്നെന്നോ ഡോക്ടർ തരൂരുമായിട്ട് സംഗമിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ സാധ്യമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കാരണം കൂടി ഉണ്ടായിരുന്നു ഈ സമ്പർക്കത്തിന്. കാരണം ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രസിദ്ധപ്പെട്ട നാടകത്തിന്റെ സൊസൈറ്റികൾ 2 ഉണ്ടായിരുന്നു, ഷേക്സ്പിയർ സൊസൈറ്റിയും ഡ്രമാറ്റിക് സൊസൈറ്റിയും. രണ്ടിലും ഞങ്ങൾക്ക് മഹിളകൾ എവിടെ നിന്ന് കിട്ടും? ആണ് പെണ്ണുവേഷം കെട്ടി അഭിനയിക്കുന്നത് ആരും സീരിയസ് എടുക്കില്ല. അപ്പൊ ഞങ്ങൾ മിരാൻഡ ഹൗസ് കോളേജിൽ നിന്നാണ് ഞങ്ങളുടെ സ്ത്രീകളെ എടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര കളിച്ചു. പ്രസിദ്ധ ഡയറക്ടറായ മീര നായർ ആയിരുന്നു എന്റെ ക്ലിയോപാട്ര. തരൂരായിരുന്നു ആന്റണി, ഞാനായിരുന്നു ആന്റണി. യെസ്, കലക്കി. ഓക്കെ, ക്ലിയോപാട്ര ആയിരുന്നു പ്രധാനം. ഈ ഒരു ക്ലിയോപാട്രയുടെ അഭിനയിച്ചതിന് ശേഷം പിന്നെ ക്ലിയോപാട്രമാർ ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായോ? അയ്യോ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അല്ല, എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശശി തരൂരുമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നു ഞാൻ സംസാരിച്ചതിന് കുറച്ചുകൂടെ കൃത്യമായ റിപ്ലൈ കിട്ടിയേനെ. ഈ രാഷ്ട്രീയം അങ്ങേക്ക് പരിമിതി ഉണ്ടാക്കുന്നുണ്ടോ? കുറച്ചൊപ്പില്ലാതെ പരിമിതി ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ വായ പൊളിച്ചാൽ വിവാദമായിരുന്നു. ആദ്യത്തെ എൻ്റെ 1 വർഷം രാഷ്ട്രീയത്തിൽ, അവസാനത്തെ വിവാദം കഴിഞ്ഞ് 1 കൊല്ലം കൊണ്ട് അങ്ങ് കളി പഠിച്ചു, രാജിവെച്ച് മാറി നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി, നമ്മൾ തല താത്തി രാഷ്ട്രീയം എന്നെ പ്രവർത്തനം എന്നെ ചെയ്യാം, അതോടെ മാറി നമ്മളുടെ ഇമേജും മാറി, നമ്മളുടെ എല്ലാ വിധത്തിലും ഈ വിവാദക്കാരനായിട്ട് എന്നെ കാണാനുള്ള കുഴപ്പം ചുരുങ്ങി. ചിലവരെപ്പോഴും അങ്ങനെ ഇപ്പോഴും മറന്നുകൊണ്ടിരിക്കും. പക്ഷെ അത്ര മോശം. പക്ഷെ അതിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. താങ്കൾ ആരംഭിച്ച പോയിന്റ് ഹ്യൂമറും തമാശയും കാര്യങ്ങളൊക്കെ. ഇന്ന് രാവിലത്തെ സെഷൻ ഒരു ഹ്യൂമറസ് സെഷനായിരുന്നു. ഒക്കെ ജോക്കും വിറ്റുമായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടു, ചിരിച്ചു. അല്ല, എൻ്റെ അതിനിടെ ഞാൻ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ട് റിക്വസ്റ്റ്. യഥാർത്ഥത്തിൽ അങ്ങയുടെ സീരിയസ് ആയിട്ടുള്ള കൃതികളും ഒക്കെ വായിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരുപാട് പേരിരിപ്പുണ്ട്, ഇംഗ്ലീഷും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങയിലെ ഫലിതക്കാരൻ പുറത്തു വരണം
കാലഘട്ടത്തിന് അത് ആവശ്യമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും കൂടിയുണ്ട് ശ്രീകണ്ഠജി. ഞാൻ എഴുതി പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഹ്യൂമർ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമ്മൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിരിക്കാൻ വയ്യായ. പണ്ട് കാലത്തൊക്കെ മഹാത്മാഗാന്ധിയുടെയൊക്കെ എന്തായിരുന്നു വിറ്റ്? അദ്ദേഹം എന്ത് പറഞ്ഞു? പിന്നെ അദ്ദേഹം ഈ മുണ്ട് മാത്രം മുട്ടിട്ട് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിങ് എംപററിനെ കാണാൻ പോയപ്പോൾ ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ചോദിച്ചു, എന്താണിത് മിസ്റ്റർ ഗാന്ധി, ഡു യു തിങ്ക് യു ആർ വെയറിങ് ഇനഫ് ഫോർ ദിസ് ഒക്കേഷൻ? നിങ്ങൾ ഇട്ട കുപ്പായം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ച് പറഞ്ഞു, രാജാവ് ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയുള്ള കുപ്പായം ഇട്ടിട്ടുണ്ടാവും, എനിക്ക് സംശയമില്ല. ഐ തിങ്ക് ഹിസ് മാജസ്റ്റി വിൽ വെയർ ഇനഫ് ഫോർ ദ ടു ഓഫ് us. ഇത് മഹാത്മാഗാന്ധിയാണ് ജോക്ക് അടിച്ചത്. അതുപോലെ തന്നെ പലവരും, പിന്നെ നെഹ്റു അമേരിക്കയിൽ ആദ്യ തവണ പോയപ്പോൾ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടായിരുന്നു. എന്താണ് അമേരിക്കൻ രാജ്യം? അപ്പം അത് ഉടനെ പറഞ്ഞു, വൺ ഷുഡ് നെവർ വിസിറ്റ് അമേരിക്ക ഫോർ ദ ഫസ്റ്റ് ടൈം. ആരും ഒരിക്കലും അമേരിക്കയിൽ ആദ്യത്തെ പ്രാവശ്യം പോകരുത്, അത്രത്തോളം ഞെട്ടിപ്പോകുന്നു ഇന്ത്യക്കാർ വന്നാൽ. ഇങ്ങനെയുള്ള ഹ്യൂമർ പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഭയങ്കരമായി ചുരുങ്ങി. സരോജിനി നായിഡു എന്താ പറഞ്ഞ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് us to keep the Mahatma in poverty? അദ്ദേഹം ഒരു പാവപ്പെട്ട ആളായിട്ട് തേർഡ് ക്ലാസ് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് ഫുൾ തേർഡ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് മേടിച്ചിട്ട് എടുത്തിട്ട് അവർ ആൾക്കാർ ഇരുത്തായിരുന്നു. അപ്പം നമ്മൾക്ക് കൂടുതൽ ചിലവാണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സരോജിനി നായിഡു വിറ്റ്. ഇതിനൊക്കെ ആരെങ്കിലും പറഞ്ഞു? ഒരു കാര്യമില്ല. മാത്രമല്ല രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ ഫലിതം വരണം. കാര്യം അങ്ങനെയാണെങ്കിൽ പല അടികളും ഒക്കെ മാറി കിട്ടിയേനെ. കാര്യം ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ വരത്തേയില്ല, തമാശ ഉണ്ടെങ്കിൽ. ഇതൊക്കെ ഒരു ഫലിതമായിട്ട് കണ്ടാൽ പോരെ. ഞങ്ങൾ TV ചാനലിരുന്ന് ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ആൾക്കാർ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അല്ല അങ്ങ് മുഖ്യമന്ത്രിയാണോന്ന് ചോദിച്ചോ ആരെങ്കിലും? ഞാൻ ഒരു ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവർ ഈ മുഖ്യമന്ത്രി വിവാദത്തെക്കുറിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ നമ്മളുടെ കടമ എന്താണ്? കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മളുടെ ചിന്ത. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നതല്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടികളുടെ ഉത്തരവാദിത്വം ഇതാണ്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? കേരളത്തെ യുവാക്കളെക്കുറിച്ച് ആരാ ചിന്തിക്കുന്നത്? എങ്ങനെയാണ് നമ്മളുടെ ഈ നാടിൻ്റെ മക്കളെ ഈ സംസ്ഥാനത്ത് മുടുക്കി വിടാതിരിക്കാൻ, നമ്മൾക്കിവിടെ തൊഴിലില്ല അവർക്ക് കൊടുക്കാൻ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിൽ ആര് എന്ത് വന്നു, എന്താ പ്രശ്നം? അവസാനത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ, ഈ സംസ്ഥാനം നന്നാവട്ടെ. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പം ഡോക്ടർ ശശി തരൂർ മുഖ്യമന്ത്രിയാകണം എന്ന് ഞാൻ 24-ൽ പറഞ്ഞാൽ അങ്ങേ ഒരു ലെവലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അങ്ങ് സൂക്ഷിക്കണം, ഒരു ട്രാപ്പിൽ പെടുത്തുക. അപ്പോൾ അങ്ങ് അത് വിശ്വസിച്ച് പോയാൽ തീർന്നു. എന്റെ ജോലി പാർലമെന്റ്. അങ്ങ് ചെറുപ്പകാലത്ത് എഴുതിയ ഒരു സാഹിത്യത്തിലൂടെ കടന്നു പോയപ്പോഴേ അങ്ങ് ഒരു ചെറിയ ഈശ്വരവിശ്വാസമുള്ള ഒരാളായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുള്ളതായി കാണുന്നു. അല്ലെ, ഈ വിശ്വാസം ഈശ്വരവിശ്വാസം തീരെ കുറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എല്ലാ ദിവസവും. അങ്ങ് വിശ്വാസിയാണോ? ഒറ്റ ചോദ്യം. അത് വിശ്വാസിയാണ്. ഇത് എൻ്റെ കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും ഒപ്പം ശശി തരൂർ MP തമ്മിലുള്ള സംവാദമാണ്. ഞാനൊരു മലയാളി എന്ന വിഷയത്തിലാണ് അവിടെ സംവാദം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ BJP ജില്ലാ പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് BJPയിൽ പൊട്ടിത്തെറി. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 7 കൗൺസിലർമാർ ഇന്ന് രാജി നൽകും. ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ഇവർ രാജിവെച്ചാൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഭരണം നഷ്ടമാകും. കൗൺസിലർമാർ അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസിന്റെ പ്രതികരണം. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, നാടകീയമായ നീക്കങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. നഗരസഭാ ഭരണത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ വിമത നീക്കം ഇപ്പോൾ ഉണ്ടാവുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ഈ വിമതരെ ഒപ്പം ചേർക്കാൻ സജീവമായി ചർച്ചകളും നടത്തുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ സാഹചര്യത്തെ നേതൃത്വം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് നിഖിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു പ്രതികരണം അതിലേക്ക്. അല്ല, അതൊരു ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും. അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ BJPയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഈ പ്രശാന്ത് ശിവനെ BJP ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുതിർന്ന നേതാക്കളാണ്.
അവർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നേതൃത്വം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നിഖിൽ, ശ്രീജിത്ത്, നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഈ കൗൺസിലർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൗൺസിലർമാർ എല്ലാവരെയും കണ്ടു. നഗരസഭയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഈ കൗൺസിലർമാരുമായി ഒരു വട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അവർക്ക് അതൃപ്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. സന്ദീപ് വാര്യർ ആദ്യം ബന്ധപ്പെടുന്നു, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇതിനോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് മെറിറ്റ് നോക്കാതെ, പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ പരിഗണിക്കാതെ പ്രശാന്ത് ശിവനെ, താരതമ്യേന വളരെ യുവാവായ 35 വയസ്സ് മാത്രം പ്രായമുള്ള പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലാണ് ഒരു വിഭാഗത്തിന് അതൃപ്തിയുള്ളത്. നമ്മൾ തുടക്കത്തിലൊക്കെ വിമതർ എന്ന വാർത്ത നൽകിയിരുന്നെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾ വിമതരല്ല, ഞങ്ങളാണ് ഔദ്യോഗിക പക്ഷം എന്നാണ് അവർ പറയുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ അടക്കമുള്ള ആളുകളാണ് അവർക്കൊപ്പം ഉള്ളത്. 9ഓളം കൗൺസിലർമാർ രാജി സന്നദ്ധത നിലവിലത്തെ സാഹചര്യത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ 7 പേർ പങ്കെടുത്തു. ഇവർ യാക്കരയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ 7 കൗൺസിലർമാരാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് തന്നെ രാജിക്കത്ത് നൽകുമെന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ സംഘടനാ സംവിധാനം അനുസരിച്ച് മറ്റു നടപടികളൊന്നും തന്നെ പൂർത്തിയാകാനില്ല. നാളെ പ്രശാന്ത് ശിവന്റെ BJP ജില്ലാ അധ്യക്ഷനായുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. MT രമേശ് ജില്ലയിലെത്തി ആഘോഷപൂർവ്വം ആ പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയിക്കുന്നത്. 11 മണിയോട് കൂടിയായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. അതിന് തൊട്ടു പിന്നാലെ എന്താണ് ഞങ്ങളുടെ അടുത്ത നടപടി എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ ആ യോഗം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ നമ്മൾ പ്രമീള ശശിധരൻ അടക്കം പാലക്കാട് ഭരണം പോകുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. ഒരു പുനരാലോചനയ്ക്ക് നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ടോ നിഖിൽ? തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ BJPയുടെ ഭരണത്തിലുള്ളതാണ്. അവർ വലിയ അഭിമാന നേട്ടമായി കൊണ്ടു നടക്കുന്നതാണ്. പക്ഷേ ഈ ഇപ്പോൾ വിടഞ്ഞു നിൽക്കുന്ന 6 കൗൺസിലർമാരുടെ പിന്തുണ UDFന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. KM ഹരിദാസിനോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമോ എന്ന് നോക്കാം. അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നതാണ്. എന്നിരിക്കെ പോലും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി നമുക്ക് ആ കാര്യം ചോദിക്കാം. അങ്ങയുടെ നേരത്തെ പ്രതികരണം ഞങ്ങൾ തേടിയതാണ്. എന്നിരിക്കുമ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പോൾ പാലക്കാട് നഗരസഭ നിങ്ങളുടെ ഭരണമാണ്, ഒരു അഭിമാന നേട്ടമായി നമ്മൾ കാണുന്നതാണ്. ഈ കൗൺസിലർമാർ മാറി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ? കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. കോൺഗ്രസ് ഏത് തരത്തിലുള്ള നീക്കം നടത്തിയാലും BJPയിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല, ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് BJPക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, ഇപ്പോൾ 4 പേരുടെ ഇതാണല്ലോ മുൻതൂക്കമാണ് നഗരസഭയിലുള്ളത്. CPM-ഉമായിട്ട് ചേർന്ന് ഭരണം പിടിക്കാൻ അവർ ഉദ്ദേശിച്ചാൽ ഈ 6 പേരുടെ അല്ലെ 7 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പാലക്കാട് നഗരസഭാ ഭരണം കിട്ടും. ഈ 7 പേര് എങ്ങനെ പിന്തുണ കിട്ടുമെന്നാണ് പറയുന്നത്? ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത്, സ്വാഭാവികമായിട്ടും BJPയുടെ ഭരണമാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെ പിന്തുണ കിട്ടും എന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങ് പറയുന്നത് ഈ ഇവരുടെ അതൃപ്തി, ഇപ്പോൾ മാറി നിൽക്കുന്ന അവരുടെ അതൃപ്തി പരിഹരിക്കുമെന്നാണ്? അല്ല, ഏത് തരത്തിലുള്ള അതൃപ്തി ആർക്കുണ്ടെങ്കിലും, പാർട്ടിയിൽ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ മുകളിൽ ആർക്ക് അതൃപ്തി ഉണ്ടെങ്കിലും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കാനുള്ള മെക്കാനിസം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങ് പറയിച്ചു ആ അതൃപ്തി തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അല്ല, അത് അവര് പിന്നെ ഇപ്പോൾ യോഗം കൂടിയെന്ന് പറയുന്നു. എനിക്ക് അറിയില്ല, കാരണം ആ തരത്തിലുള്ള യോഗത്തെക്കുറിച്ച് എനിക്കറിയില്ല. അതൊക്കെ പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീരുമാനിക്കാനുള്ള സംവിധാനം. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നു 9 കൗൺസിലർമാർ. BJPക്ക് അവിടെ നഗരസഭയിൽ ഭരണം നഷ്ടമാവുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യവുമാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ BJPയെ വെട്ടിലാക്കി ഉപതെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേട് ആരോപണം. പ്രമാടം പഞ്ചായത്ത് അംഗം V ശങ്കറാണ് ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചത്. മൈക്ക് സെറ്റുകാരന്റെ പണം പോലും കൊടുക്കാത്ത നടപടിക്കെതിരെ ജില്ലാ പ്രസിഡന്റിന്റെ വീടിന് മുമ്പിൽ സമരമിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ മാസമാണ് പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകൊള്ളൂർ ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മഹിളാ മോർച്ച നേതാവ് മീന M നായരായിരുന്നു സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു BJP 3ാം സ്ഥാനത്തുമായി. ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ വലിയ സ്വരച്ചേർച്ചയില്ലായ്മ ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ക്രമക്കേടെന്ന ഗുരുതര ആരോപണം ഉയർത്തുന്നത് പ്രമാടം പഞ്ചായത്തിലെ BJP അംഗവും മുൻ ഏരിയ പ്രസിഡന്റുമായ V ശങ്കർ. മൈക്ക് സെറ്റുകാരന്റെയും പന്തലുകാരന്റെയും പണമടക്കം ഇതുവരെ കൊടുത്തിട്ടില്ല. വലിയ ഫണ്ട് പിരിച്ച് ക്രമക്കേട് നടത്തി. ശങ്കർ ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചു. BJP കോന്നി മണ്ഡലം പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പഞ്ചായത്ത് അംഗം കുറ്റപ്പെടുത്തുന്നുണ്ട്.
പണം കൊടുത്തില്ലെങ്കിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA സൂരജിന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ സമരമിരിക്കുമെന്നാണ് ഭീഷണി. രാത്രി 8 മണിക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും ശങ്കർ പോസ്റ്റിലൂടെ അറിയിക്കുന്നു. ശങ്കറിന്റെ ആരോപണത്തോട് BJP നേതൃത്വം പക്ഷേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലൈംഗിക പീഡന പരാതിയിൽ കാസർഗോഡ് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ നടപടി. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടനെതിരെയാണ് നടപടി. ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും CPIM ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, എന്താണ് വിവരങ്ങൾ? എന്താണ് ഈ പരാതി? നേതൃത്വം അതിനെ കാണുന്നത് എങ്ങനെയാണ് അരുൺ? റീജിത്ത്, ഗ്രൂപ്പ് അഗൈൻസ്റ്റ് സെക്ഷൽ വയലൻസ് എന്ന സംഘടനയാണ് CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ യുവതികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ CPIMന്റെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗം അടിയന്തരമായി ചേർന്ന സുജിത്ത് കൊടക്കാടിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. സുജിത്ത് കൊടക്കാടൻ ഡിവൈഎഫ്ഐയുടെ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. CPIMന്റെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. ഈ ഡിവൈഎഫിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിട്ടുണ്ട്. CPIMന്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി പ്രാഥമിക അംഗം മാത്രമായി തരം താഴ്ത്തിയിട്ടുണ്ട്. അടിയന്തര യോഗം ചേർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. CPIMന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് 15ഓളം സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി ലഭിച്ചിരുന്നത്. പരാതി ലഭിച്ച ഉടൻ തന്നെ പാർട്ടി യോഗം ചേർന്ന് നടപടിയെടുക്കുകയായിരുന്നു. റിജിത്ത്, ശരി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 76ാം റിപ്പബ്ലിക് ദിനത്തിന്റെ ചരിത്ര ശോഭയിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും സൈനിക കരുത്തും പ്രകടമാക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. ആഘോഷ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ മുഖ്യാതിഥിയായി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചതോടെയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. പരമ്പരാഗത രീതിയിൽ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാൻഡോയോടൊപ്പം കർത്തവ്യപഥത്തിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്തു. ഇരുപത്തിയൊന്ന് ആചാരവെടികളോടെ റിപ്പബ്ലിക് ദിന പരേഡിന് ഔപചാരിക തുടക്കം. ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെയും ബാൻഡിന്റെയും കണ്ടിജന്റുകൾ ശ്രദ്ധേയമായി. രാജ്യത്തിന്റെ വികസനവും നേട്ടങ്ങളും പൈതൃകവും വിളിച്ചോതുന്നതായി പരേഡ്. ഭീഷ്മ ടാങ്ക്, നാഗ് മിസൈൽ, ചേതക്, കപിധ്വജ്, ത്രിപുരാന്തക്, ബ്രഹ്മോസ് എന്നിവ ഇന്ത്യയുടെ ആയുധ കരുത്ത് കാട്ടി. കര, വ്യോമ, നാവികസേനകളും NCC, NSS സംഘാംഗങ്ങളും മാർച്ച് പാസ്റ്റിന്റെ ഭാഗമായി. 5000 ആദിവാസി കലാകാരന്മാർ അണിനിരന്ന കലാരൂപങ്ങളും 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിന് വർണ്ണ പൊലിമ നൽകി. കരസേനയുടെ മോട്ടോർ സൈക്കിൾ സംഘം ഡെയർ ഡെവിൾസിന്റെ 20.4 അടി ഉയര പിരമിഡ് റെക്കോർഡ് പ്രകടനമായി. എയർക്രാഫ്റ്റുകളുടെ ത്രസിപ്പിക്കുന്ന ഫ്ലൈപാസ്റ്റോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് സമാപിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 34 മേഖലകളിൽ നിന്നും 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തത്. ഓരോ കാഴ്ചയിലും അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേരളത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ നേതൃത്വം നൽകി. ജില്ലാ കേന്ദ്രങ്ങളിലെ ആഘോഷങ്ങളിൽ മന്ത്രിമാർ പങ്കെടുത്തു.
വിപുലമായ ചടങ്ങുകളോടെ സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തി. സാക്ഷരത ഉൾപ്പെടെ കേരളത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം. വികസിത ഭാരതത്തിന് വികസിത കേരളം യാഥാർത്ഥ്യമാകണം. ദീർഘവീക്ഷണമുള്ള നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ഗവർണർ. Honorable Chief Minister, I met him for last about 2-3 days back. He has a vision for our state. He wants to do something for our state. Vikasit Bharat cannot go ahead without Vikasit Kerala. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുത്തു. സേനാ വിഭാഗങ്ങളുടെ പരേഡ് അണിനിരന്നു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചു. നിയമസഭയിൽ സ്പീക്കർ എൻ ഷംസീർ പതാക ഉയർത്തി. ജില്ലകളിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. രാഷ്ട്രീയ പാർട്ടി ആസ്ഥാനങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദേഹാസ്വാസ്ഥ്യം. ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിനിടയിലാണ് അരികിൽ നിന്ന കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണത്. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന്റെ സംഘം പ്രാഥമിക ചികിത്സ നൽകി. ആരോഗ്യനില മെച്ചപ്പെട്ടതിന് പിന്നാലെ കമ്മീഷണർ പരിപാടിയിൽ വീണ്ടും പങ്കെടുത്തു. അന്തരിച്ച സംവിധായകൻ ഷാഫിയെ അനുസ്മരിച്ച് സാംസ്കാരിക കേരളം. വിവിധ മേഖലകളിലെ പ്രമുഖർ കൊച്ചിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിലാണ് ഖബറടക്കം. പുലർച്ചെ 2 മണിയോടെ മൃതദേഹം ആസ്റ്റർ മെഡ് സിറ്റിയിൽ നിന്നും എളമക്കരയിലെ വീട്ടിലെത്തിച്ചു. ബന്ധുക്കളും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും വീട്ടിലെത്തി. ആദ്യ ചിത്രം മുതൽ ഷാഫിയുടെ നിഴലായി മാറിയ പ്രിയ താരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. തുടക്കം മുതൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അതുമുതൽ ഇങ്ങനെ നിരന്തരം വിളിക്കുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. പ്രയാസമുണ്ട് എല്ലാവർക്കും. കുടുംബം വേദനിക്കുന്ന പോലെ തന്നെ കൂട്ടുകാർക്കും ആയിരിക്കും തോന്നുന്നു. 10 മണിയോടെ കലൂർ മണിപ്പാട്ട് പറമ്പിൽ പൊതുദർശനം. മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ഹരിശ്രീ അശോകൻ, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, ഷാജി കൈലാസ് തുടങ്ങി സിനിമാ മേഖലയിലെ പ്രമുഖർ ആദ്യാവസാനം പൊതുദർശന ഹാളിൽ തുടർന്നു. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ ഷാഫിയുടെ ഈ യോഗത്തിൽ ഫെബ്കയിലെ ഓരോ അംഗങ്ങളുടെയും വേദനയും സങ്കടവും ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. മന്ത്രിമാരായ പി രാജീവ്, കെ വി ഗണേഷ് കുമാർ എന്നിവർ ഷാഫിയെ അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഒരു ആകസ്മികമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഷാഫി ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. പെട്ടെന്ന് അദ്ദേഹം 16-ാം തീയതി പെട്ടെന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത് മാധ്യമങ്ങളോട് അറിയുമ്പോഴാണ് നമ്മൾ ആദ്യം ഒരു ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയ്ക്ക് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു ശ്രീ ഷാഫിയുടേത്. അദ്ദേഹവുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും സിനിമാ ലോകത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. 11:30 പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു. ഹിറ്റ് ചിത്രങ്ങൾ മാത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു കാലഘട്ടമാണ് ഷാഫിയിലൂടെ കടന്നു പോകുന്നത്. 24 കൊച്ചി. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ത്യയിൽ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് തുടക്കമിട്ട പ്രതിഭയാണ് വിടവാങ്ങിയത്. ഇന്ത്യയിലെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കെ എം ചെറിയാൻ രാജ്യത്തെ ശിശുരോഗ ഹൃദയ ശസ്ത്രക്രിയയുടെ തുടക്കക്കാരനായാണ് കണക്കാക്കപ്പെടുന്നത്. 1942 കായംകുളത്ത് ജനിച്ച ഡോക്ടർ കെ എം ചെറിയാൻ
മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ പഠനത്തിനുശേഷം വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. തുടർ പഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറിയ ഡോക്ടർ KM ചെറിയാൻ ന്യൂസിലൻഡ്, അമേരിക്ക എന്നിവിടങ്ങളിലെ സേവനത്തിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. 1975 ചെന്നൈ പെരമ്പൂരിലെ സതേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആശുപത്രിയിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ ഡോക്ടർ KM ചെറിയാൻ നടത്തിയത്. 1995 ഇന്ത്യയിലെ രണ്ടാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, രാജ്യത്തെ ആദ്യത്തെ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ, രാജ്യത്തെ ആദ്യത്തെ ശിശുരോഗ ഹൃദയ ശസ്ത്രക്രിയ എന്നിവയും നടത്തി. 1991 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഡോക്ടർ KM ചെറിയാൻ 1990 മുതൽ 1993 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓണററി സർജനായിരുന്നു. മദ്രാസ് മെഡിക്കൽ മിഷൻ ഡയറക്ടർ, പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രികളുടെ സ്ഥാപകനായ ഡോക്ടർ ചെറിയാനും സംഘവും 2021 ചെങ്ങന്നൂരിൽ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിച്ചു. ഹാർവാർഡ് മെഡിക്കൽ എക്സലൻസ് അവാർഡ്, കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അഷ്വേർഡ് പെൻഷനെതിരെ വിമർശനവുമായി CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ. ഇടത് നയങ്ങൾക്കനുസരിച്ച് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നിലപാട് വ്യക്തമാക്കുമെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ 24-നോട് പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷനിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന 24 അഭിമുഖത്തിലെ പരാമർശത്തോടാണ് ജോയിന്റ് കൗൺസിലിന്റെ പ്രതികരണം. അഷ്വേർഡ് പെൻഷൻ എന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്ന് CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ഇടതുപക്ഷ നയങ്ങൾക്കനുസരിച്ച് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അവിടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നമ്മുടെ നിലപാട് കൃത്യമായി നമ്മൾ പറയും. നമുക്കൊരു ഇടതുപക്ഷ നിലപാടിനനുസരിച്ച് മാത്രമേ എന്നെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലപാട് ജീവനക്കാരുടെ അംശം കൊണ്ട്, തൊഴിലാളികളുടെ അംശം കൊണ്ടല്ല പെൻഷൻ കൊടുക്കേണ്ടത്. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്നുള്ള ആ നിലപാട് ഉറച്ചെന്നാണ് വർത്തമാനം. അഷ്വേർഡ് പെൻഷനിൽ ജീവനക്കാരുടെ വിഹിതം ഈടാക്കുമെന്നാണ് ജോയിന്റ് കൗൺസിലിന്റെ സർക്കാരിനോടുള്ള ചോദ്യം. യുണൈറ്റഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കിയല്ലോ. ആ പദ്ധതിയുടെ ഇരട്ട മുഖമായിരിക്കും അഷ്വേർഡ് പെൻഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇതെല്ലാം പങ്കാളിത്തമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഫണ്ടും കൂടി ചേർത്തുള്ള പങ്കാളിത്തത്തിനനുസരിച്ച് പാർട്ടിസിപ്പേറ്ററി പെൻഷനാണ് ഈ പറയുന്ന പെൻഷൻസ് എല്ലാം. ഗവൺമെൻറ് ചർച്ച ചെയ്യട്ടെ. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജീവനക്കാരല്ലേ. അപ്പം ജീവനക്കാരോട് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നത് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് പാലിക്കണമെന്നാണ് CPI സർവീസ് സംഘടനയുടെ ആവശ്യം. 24 തിരുവനന്തപുരം. വൈദ്യുതി മേഖലയിൽ മണിയാറിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന സെമിനാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മണിയാർ പദ്ധതിയിൽ സർക്കാർ പുനർവിചിന്തനം നടത്തണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 2025 മുതൽ സാധാരണക്കാരന് മതിയായ നിരക്കിൽ ലഭിക്കേണ്ട 36 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് സർക്കാരിന്റെ പുതിയ നീക്കത്തിലൂടെ നഷ്ടമാകുന്നതെന്നാണ് ഇവർ പറയുന്നത്. കാർബോറാണ്ടം കമ്പനിക്ക് 25 വർഷത്തേക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി കൊണ്ടുപോകാനാകും. സംസ്ഥാനത്തിന് കടുത്ത നഷ്ടം വരുന്ന ഈ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാണ് മുൻ മന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ കേരളത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി മേടിക്കുന്ന താപനിലയത്തിലെ വൈദ്യുതി പീക്ക് അവർ പർച്ചേസിന് നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ 12 രൂപയ്ക്ക് മുകളിലേക്ക് വരികയാണ്. ചിലപ്പോൾ 10-15 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്ന നിൽക്കുന്നിരിക്കുകയാണ്. പക്ഷെ 12 രൂപയ്ക്ക് അടുത്തവിടെ വരികയാണ്. ഇവിടെ ഉൽപ്പാദന ചെലവ് 40 പൈസയായിട്ട് നിൽക്കുകയാണ്. ഈ ഡിഫറൻസ് അല്ലേ നമ്മൾ കാണേണ്ടത്. കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംഘടിപ്പിച്ച വൈദ്യുതി മേഖലയിൽ മണിയാറിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് MV മനോജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PS പ്രശാന്താണ് വിഷയം അവതരിപ്പിച്ചത്. കോൺഫെഡറേഷന്റെ ഭാഗമായ നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. 24 കോട്ടയം. കൊച്ചി ജെയിൻ സർവകലാശാല ആതിഥേയത്വം വഹിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 തുടക്കം. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിസ്മയവും വിജ്ഞാനവും ഒത്തുചേരുന്ന ഉച്ചകോടിയിൽ നൂതനാശയങ്ങളും സാങ്കേതിക വിദ്യയും ചർച്ചയാകും. ഭാവി കേരളത്തെ അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ അടയാളപ്പെടുത്തുന്നതാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ ടെക്നോളജി തുടങ്ങി റോബോട്ടിക് എക്സ്പോ വരെ ഉച്ചകോടിയുടെ ഭാഗമായുണ്ട്.
ഫെബ്രുവരി 1 വരെ നടക്കുന്ന സമ്മിറ്റിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, വ്യാവസായിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചർച്ചകളും നടക്കും. സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് നാളെയുടെ നേർക്കാഴ്ചയായിരിക്കും ഉച്ചകോടി. എല്ലാ ദിവസവും 6 മണി മുതൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 1,00,000-ലധികം പേർ പങ്കെടുക്കും. പല വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് 7 ദിവസം നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പല കാര്യങ്ങളിൽ സംവദിക്കുന്നു. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ മാത്രമല്ല, പരിസ്ഥിതിയും കൃഷിയും ഫുഡും കൾച്ചറും ലിറ്ററേച്ചറും അങ്ങനെ 200-ലധികം സ്പീക്കേഴ്സ് ഇവിടെ ഇൻഫോ പാർക്കിൽ ഈ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കിൻഫ്രഡ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലുമായിട്ട് വരികയാണ്. ഇവിടെ 1,00,000-ലധികം ആളുകളെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇവൻറ്റിൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ്, ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു വൈഡ് ക്യാൻവാസിൽ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ബേസ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്ത ഇവൻറ്റ്. ഇത് ചർച്ചകളും സംവാദങ്ങളും മാത്രമല്ല, ഒത്തിരി ഫണ്ണായിട്ടുള്ള എലമെൻറ്റുകളുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മ്യൂസിക് ബാൻഡുകൾ പെർഫോം ചെയ്യുന്നു. ഇത് സൊസൈറ്റിയിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഇവൻ്റാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു 10%, 15% ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല. സൊസൈറ്റിയിലുള്ള എല്ലാവരും ഫ്യൂച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യണം, അതിന് പ്രിപ്പയർഡ് ആവണം എന്ന വിഷനോട് കൂടിയാണ് ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ഈ സമ്മിറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഭാരതീയർക്ക് ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് ടെക്സസിന്റെ ആദരം. അമേരിക്കയിലെ ആദ്യകാല മലയാളി മാധ്യമപ്രവർത്തകൻ ജോയ്ച്ചൻ പുതുക്കുളം ഉൾപ്പെടെയുള്ളവർ ഇന്ന് അമേരിക്കൻ സെൻട്രൽ ടൈം വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. IPCNT പ്രസിഡന്റ് സണ്ണി മാളിയക്കൽ അധ്യക്ഷത വഹിക്കും. ഡാലസിൽ കേരള അസോസിയേഷൻ ഹാളിലാണ് പരിപാടി. ജോയ്ച്ചൻ പുതുക്കുളം, വർഗീസ്, ജോസ് കണിയാലി, ഏലിയമ്മ ഇടിക്കുള എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഡാലസിലെ യുവ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന ഡി മലയാളി ഓൺലൈൻ ദിനപത്രത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടക്കും. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.